UP എന്ന് പറഞ്ഞ സ്ഥലത്ത് പണ്ട് പകൽ പോലും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥകളുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു ജംഗൽ രാജ് എന്നായിരുന്നു അവിടെ വിളിച്ചോണ്ടിരുന്നത്. അതായത് അവിടെ ഇലക്ഷൻ റിഗ് ആവുമായിരുന്നു. എല്ലാ രീതിയിലുള്ള, നിങ്ങൾക്ക് അറിയാം, സ്ത്രീകളായാലും ശരി ആണുങ്ങളായാലും ആർക്കും പുറത്തു പോകാൻ പറ്റത്തില്ല. അങ്ങനത്തെ അവസ്ഥകളുള്ള ഏരിയാസ് ഉണ്ടായിരുന്നു. പിന്നാണോ സ്കൂള്, പിന്നാണ് ഇപ്പൊ നോക്കൂ, ഇപ്പൊ തന്നെ ഈ ഛത്തീസ്ഗഡ് മറ്റേ ഏരിയയിൽ ഇപ്പം മാവോയിസ്റ്റ് എന്താണ് അവിടെ പോകുന്നത്? ഇപ്പൊ തീർന്നല്ലോ ആ മാവോയിസ്റ്റ്. എങ്ങനെയാണ് അവിടെ നിന്നത്? അവരുടെ റിറ്റ് ആയിരുന്നു. അവരായിരുന്നു ആ ഏരിയയിൽ നിന്നാണ് ഈ 10 വർഷം കൊണ്ട് 10-12 വർഷം കൊണ്ട് നമ്മൾ ഈ ലെവലിലേക്ക് എത്തിയത്. അതുകൊണ്ട് ഒന്ന്. അപ്പം UP കാര്യം നമുക്ക് അവിടെ ഇത്രയും എനിക്ക് പറയാം. അതായത് UP പിന്നോക്കമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു. ബീമാരു സ്റ്റേറ്റ് എന്നായിരുന്നു പറഞ്ഞത്. ബീഹാർ, ഈ മധ്യപ്രദേശ്, UP എല്ലാം ബീമാരു സ്റ്റേറ്റ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ആരാണ് ഭരിച്ചത്? BJP ആയിരുന്നു ഇത്രയും വർഷം ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. ആരടുത്തായിരുന്നു ചോദിക്കുന്നത്? നിങ്ങളെ കൂടെ ഇപ്പം സഖ്യത്തിലുള്ള കോൺഗ്രസിന്റെ അടുത്താണ് നിങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ ആയിരുന്നു എന്ന്. നിങ്ങളെ കൂടെ സമാജ്വാദി പാർട്ടി എടുത്ത് ചോദിക്കണം എന്തുകൊണ്ട് അങ്ങനെ ആയിരുന്നു എന്ന്. അപ്പൊ ആ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവരാണ് ഏറ്റവും കൂടുതൽ ഉത്തരം പറയാനുള്ളത്. ഞങ്ങൾക്ക് അഭിമാനമാണ്. ഇപ്പൊ ഒരു കുട്ടിയെങ്കിൽ ഒരു കുട്ടി ഞങ്ങളെ, പക്ഷെ നിങ്ങൾ UP മറ്റു കഥകൾ പറയത്തില്ല. ഇന്ന് GDP ഏറ്റവും കൂടുതൽ പെർസെന്റേജ് തരുന്ന UP ആണ്. അത് നിങ്ങൾ പറയത്തില്ല. UP ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് UP അത് നിങ്ങൾ പറയത്തില്ല. UP ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആവുന്നുണ്ട്. അത് നിങ്ങൾ പറയത്തില്ല. UP ഏറ്റവും കൂടുതൽ എയർപോർട്ടുകൾ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ പറയത്തില്ല. ഏറ്റവും കൂടുതൽ PM ശ്രീ സ്കൂളുകൾ നടപ്പാക്കിയിട്ടുള്ളത്. ഞാൻ കേരളത്തിലേക്ക് വരാം. ശ്രീ ശ്യാമെ, ഞാൻ കൊല്ലത്താണ് താമസിക്കുന്നത്. കഴിഞ്ഞ വർഷം കൊല്ലത്ത് ഒരു സ്കൂള്, നിങ്ങൾ പറഞ്ഞില്ല ഇലക്ട്രിസിറ്റി ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ടുള്ള സ്കൂള്, ആ സ്കൂളിന്റെ ലൈൻ തട്ടി ഒരു കൊച്ചുകുട്ടി ആ സ്കൂളിനകത്ത് കളിച്ചോണ്ട് നിന്നിട്ട് ബോൾ എടുക്കാൻ വേണ്ടി മേളിൽ കയറി ആ കുട്ടി ഇലക്ട്രിക് ഷോക്ക് അടിച്ച് മരിച്ചു. അറിയാമോ? അത് അറിയാലോ. അപ്പൊ ശ്യാമെ, നമ്മൾ ഇത്രയും പുരോഗതി, ഇത്രയും മുന്നോട്ട് നിൽക്കുന്ന ഇതാണ് എങ്ങനെ സംഭവിച്ചു? ആരും ആയിരക്കണക്കിന് അപകടങ്ങൾ എനിക്ക് കാണിച്ചു തരാം. ഓക്സിജൻ ക്ഷാമം മൂലം ഉത്തർപ്രദേശിൽ മരിച്ചു വീണ കുട്ടികളുടെ കണക്ക് ഞാൻ ഇല്ല. ഓക്കെ, ഞാൻ ഇടപെട്ടിട്ടില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ സ്കൂളിൽ പാമ്പുകൾ കയറാറുണ്ടോ? സർപ്പങ്ങൾ കയറാറുണ്ടോ? സ്കൂളുകളിൽ കയറാറുണ്ടല്ലോ. അതെന്താ? അതും ഒറ്റപ്പെട്ട സംഭവമാണോ? അല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ സ്കൂളുകളും ഉണ്ട് നമ്മുടെ ഈ കേരളത്തില്. ഇവിടുത്തെ കുട്ടികൾ മണ്ണ് വാരി തിന്നിട്ടുള്ള ചരിത്രം ഇപ്പൊ കഴിഞ്ഞ 10 വർഷത്തിൽ ഉണ്ടായിരുന്നല്ലോ. അന്ന് അത് ആരും നമ്മൾ കണ്ടില്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് അവർക്കത് കിട്ടാതെ പോയത്? എന്തുകൊണ്ടാണ് കിട്ടാതെ പോയത്? ഇപ്പോഴും ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. ഞാൻ കേരളത്തിലെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ചോദിക്കാതെ ഇന്ത്യയിലെ പുരോഗമന നടന്നിട്ടുണ്ടോ ഇല്ലെന്നല്ല. ശ്യാം ഉത്തർപ്രദേശിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ കേരളവും കൊല്ലത്തിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഉദാഹരണം പറയുന്നത്. അത് മനസ്സിലാക്കി. ഈ സി രവീന്ദ്രനാഥ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി പുതുക്കാട് മണ്ഡലത്തിൽ നിന്നുള്ളതാണല്ലോ. ആ മണ്ഡലത്തിലെ മറ്റത്തൂരിൽ ഒരു സ്കൂള് നിലംപതിച്ച് വീണത് വിദ്യാഭ്യാസ മന്ത്രിയുടെ സമയത്താണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ സമയത്താണ്. ഇടിഞ്ഞു വീണിട്ടില്ലേ? 2016 ഉത്തർപ്രദേശിൽ യോഗി കേരളത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ, പൊതുവിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു. ഉത്തർപ്രദേശിൽ അതുണ്ടായില്ല. ഇത് രണ്ടും ഒരേ താരത്തിൽ വെച്ച് നമുക്ക്